പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ടാങ്കർ ലോറി തട്ടിക്കൊണ്ടുപോവുകയും ഡ്രൈവറായ യുവാവിനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ഹമീദിനെ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് പ്രതിയെ കിണറിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ മദ്രസയിൽ പോകുകയായിരുന്ന കുട്ടികളാണ് കിണറിൽ നിന്ന് ശബ്ദം കേട്ടത്. വിവരം നാട്ടുകാരെ അറിയിച്ചതനുസരിച്ച് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് തിരൂർ ഫയർഫോഴ്സ് എത്തി ആളെ പുറത്തെടുത്തപ്പോഴാണ് വധശ്രമ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന അമ്പാൾ സ്വദേശി ഹമീദാണതെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഇയാളെ വളാഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു. രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതിൽ പ്രധാനിയായ ഹമീദും ഇയാളുടെ സഹോദരൻ നിയാസ് കൊട്ടാരവും അടക്കമുള്ള പ്രതികൾ ചേർന്ന് ഏപ്രിൽ 8-ന് എടയൂർ വടക്കുംപുറം സ്വദേശി അബ്ദുൽ നാസർ എന്ന 29-കാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. നാസർ ഓടിക്കുന്ന ടാങ്കർ ലോറിയുടെ ഉടമ പ്രതികൾക്കെതിരെ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പകരം വീട്ടാൻ ലോറി പിന്തുടർന്ന് തടയുകയും നാസറിനെ മർദ്ദിച്ച് ലോറി തട്ടിയെടുത്ത് മൂടാൽ സ്പിന്നിംഗ് മില്ലിന് സമീപത്തെ ഉയർന്ന സ്ഥലത്തേക്ക് ഓടിച്ചു കയറ്റി ലോറി താഴേക്ക് തള്ളിയിടുകയും ചെയ്തു. നാസറിനെ ജാക്കി ലിവർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടോടി. ഹമീദിനു പുറമെ ഇയാളുടെ സഹോദരൻ വ്ളോഗർ നിയാസ് കൊട്ടാരത്തിൽ, അർജുൻ, സെയ്ഫ് എന്നിവരും പ്രതികളാണ്. നിയാസ് അടക്കമുള്ള പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഹമീദിനായി അന്വേഷണം നടന്നുവരവെയാണ് ഹമീദ് കിണറിൽ വീണത്. നിയാസ് ഇപ്പോൾ ജാമ്യത്തിലാണ്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായി. ഹമീദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി. വളാഞ്ചേരിയിൽ 20 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന സീനിയർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷമീറിന്റെ സേവനം. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി, ഫെഡറൽ ബാങ്ക് ബിൽഡിംഗ്, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.